യാത്ര എല്ലായ്പ്പോഴും പുതുമ നൽകുന്ന ഒന്നാണ്. ഈ ലോകത്തെക്കുറിച്ചും ലോകത്തിലെ ജനങ്ങളെക്കുറിച്ചും അറിയാൻ യാത്രകൾ നമ്മെ സഹായിക്കാറുണ്ട്. ട്രാവലിംഗ് ഈസ് ദ തിങ് ദാറ്റ് മേക്സ് യു റിച്ച് എന്നാണ് വളരെ പ്രശസ്തമായ ഒരു പഴമൊഴി. യാത്രയിലൂടെ നമ്മൾക്ക് ഓരോ പുതിയ അനുഭവങ്ങൾ കിട്ടുന്നു. ആ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നു. റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ പറഞ്ഞത്, ലൈഫ് ഇസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ. ജീവിതം തന്നെ ഒരു യാത്രയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മനോഹരമായ ഒരു യാത്രയെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രശസ്ത മലേഷ്യൻ എഴുത്തുകാരൻ ജോഷോ ഫെർണാണ്ടസിന്റെ മാർവലസ് ട്രാവൽ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജോഷോ ഫെർണാണ്ടസ് നമ്മൾ പറഞ്ഞു മലേഷ്യൻ റൈറ്ററാണ്. അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടർ ആൻഡ് ഡിസൈനർ. ഫിലിം ഡയറക്ടറാണ്, അതേപോലെ ഒരു ഡിസൈനറാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ക്ലോക്ക് ഓൺ ദ വാൾ, വേർ ആം ഐ, ദെൻ ചോയ്സസ്, ഗ്രാൻഡഡ് ഓൾ ദാറ്റ് ഹാസ് ഹാപ്പൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ. ഇനി ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്, ആ കവിതയിൽ അദ്ദേഹം ആ യാത്രയിലൂടെ അദ്ദേഹം കണ്ടുമുട്ടുന്ന ആളുകളെ കുറിച്ചും ആ യാത്രയിൽ അദ്ദേഹം നടത്തുന്ന ആ ഒരു വിവരണങ്ങളാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. I travel with my eyes, watching those silently cry, asking themselves the question why someone left them without saying goodbye. Here in the first stanza, the poet expresses his keen observation. അദ്ദേഹത്തിൻ്റെ ആ ഒരു കീൻ ഒബ്സർവേഷൻ ആണ് ഇവിടെ വിവരിക്കുന്നത്. അദ്ദേഹം കണ്ട കാഴ്ചകൾ. ഡ്യൂറിങ് ഹിസ് ജേർണി ഹി ക്യാൻ സീ എ ലോട്ട് ഓഫ് തിങ്സ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. അക്കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഹി ട്രാവൽ വിത്ത് ഹിസ് ഐസ്. ഇവിടെ ഇതൊരു എക്സാജറേഷൻ ആണ്. കണ്ണുകളിലൂടെ യാത്ര നടത്തുക. ഇറ്റ് ഈസ് എ ഹൈപ്പർബലി. കണ്ണുകളിലൂടെ യാത്ര നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. ഇവിടെ പറയുന്നത് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് യാത്ര നടത്തി. ആൻഡ് വാച്ചിങ് ദോസ് സൈലന്റ്ലി ക്രൈ. സൈലന്റ്ലി ക്രൈ എന്ന് പറയുന്നത് ആളുകൾ പരസ്പരം വേർപിരിയുന്ന സമയത്ത്, അത് ലവേഴ്സ് ആകാം, അല്ലെങ്കിൽ മക്കള്, അച്ഛനും അമ്മയും, അങ്ങനെ മക്കള്, അങ്ങനെ ഉള്ള റിലേറ്റീവ്സ്. അപ്പൊ അങ്ങനെ അവര് വിദേശത്തേക്ക് അല്ലെങ്കിൽ ദൂരേക്ക് പോകുന്ന സമയത്ത് അവരുടെ ആ വേർപെടുന്ന സമയത്ത് കരയുന്ന ആ ഒരു കണ്ണുനീര് കാണാം. ആൻഡ് ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ. അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് കരയുന്നതെന്ന്. കാരണം ആ ഒരു വേർപാടാണ്. ആ വേർപാടിന്റെ വേദനയിൽ അവർ കരയുന്നു. ആൻഡ് സംവൺ ലെഫ്റ്റ് ദം വിതൗട്ട് സേയിങ് ഗുഡ് ബൈ. ചില ആളുകൾ ഗുഡ് ബൈ പോലും പറയാതെ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ പല കാഴ്ചകളും നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ, ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ അങ്ങനെയുള്ള ആ കാഴ്ചകളാണ് അദ്ദേഹം പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസ, ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്, I travel with my pen to write about children, women and men. ഇവിടെ സെക്കൻഡ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത്, ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ്. എൻ്റെ ചിന്തകളുമായിട്ട് ഞാൻ യാത്ര ചെയ്തു. ഐ ട്രാവൽ വിത്ത് മൈ പെൻ. കാരണം ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, വിമൻ ആൻഡ് മെൻ. ആ യാത്രയിൽ കാണുന്ന ആളുകളെ കുറിച്ച് എഴുതാൻ ഐ ഓൾവേസ് കെപ്റ്റ് എ പെൻ. ഒരു പെൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അദ്ദേഹം ട്രാവലോഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രാവലോഗ് എഴുതാൻ വേണ്ടിയിട്ട്, യാത്രയിൽ കാണുന്ന പലതരത്തിലുള്ള ആളുകളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പേന ഉണ്ടായിരുന്നു. ദെൻ ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്, ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ് ദാറ്റ് ഇസ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഐ ട്രാവൽ വിത്ത് മൈ വോയിസ് ആൻഡ് ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. While I am traveling, I have a lot of hopes. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു റൈറ്റ് എ ട്രാവലോഗ്, ഒരു ട്രാവലോഗ് എഴുതുക എന്നുള്ളതാണ്. സോ ഹി മെയ്ഡ് എ കീൻ ഒബ്സർവേഷൻ. വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ചു. നമ്മൾക്കറിയാം എഴുത്തുകാർ അവരുടെ കാര്യങ്ങൾ നമ്മൾ കാണാത്തതിനും അപ്പുറമുള്ള കാര്യങ്ങൾ കാണുന്ന ആൾക്കാരാണ് എഴുത്തുകാരൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു കീൻ ഒബ്സർവേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്സ് ദാറ്റ് ഈസ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ്. ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകം എന്നാണ്. ഇവിടെ ഹി തോട്ട് ദാറ്റ് സംതിങ് ന്യൂ എക്സ്പീരിയൻസ് ഓർ സം ന്യൂ എക്സ്പീരിയൻസസ് വിൽ കം ഇൻ ടു ഹിസ് ലൈഫ്. ഈ യാത്രയിൽ പുതിയ അനുഭവങ്ങൾ എന്തെങ്കിലും കിട്ടും
എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുമായിട്ട് യാത്ര തുടങ്ങി. നമ്മൾക്കറിയാം, ഇപ്പം നമ്മൾ കണ്ട സ്ഥലങ്ങളാണ് എങ്കിൽ തന്നെയും വീണ്ടും കാണുന്ന സമയത്ത് നമ്മൾക്ക് പുതിയൊരു അനുഭവമായിട്ട് മാറും. ആ സ്ഥലം തന്നെ ചിലപ്പോൾ കുറേ പ്രാവശ്യം കണ്ടതായിരിക്കാം, പക്ഷേ വീണ്ടും ആ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പുതിയ അനുഭവം തോന്നാറുണ്ട്. അപ്പോൾ അതേ ആ ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദെൻ വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, ദർ ഈസ് ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു സ്കോർ. അത് ഏഷ്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അത് ഏത് സ്ഥലമായിരുന്നാലും ദർ വിൽ ബി ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു സ്കോർ. ദർ വിൽ ഓൾവേസ് ബി സംതിങ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, ടു സ്കോപ്പ്. ഇൻട്രസ്റ്റിംഗ് ടു സ്കോപ്പ് മീൻസ് സംതിങ് ന്യൂ ടു എക്സ്പീരിയൻസ്. നമുക്ക് അനുഭവിക്കാൻ തക്ക പുതിയ എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. അത് ഏഷ്യ ആയിക്കോട്ടെ, ആഫ്രിക്ക ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഏത് സ്ഥലമായിരുന്നാലും പുതിയ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കും. ഐ ട്രാവൽ ടു മെനി ഡിഫറെൻറ്റ് പ്ലേസസ്, മിക്സ് വിത്ത് മെനി റേസസ്, ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദെയർ ഫേസസ് ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. ഈ സ്റ്റാൻസയിൽ കവി പറയുന്നത് he has got an opportunity to travel to different places. പല സ്ഥലങ്ങളിൽ ആളുകളുമായിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആൻഡ് മിക്സ് വിത്ത് മെനി റേസസ്. മിക്സ് വിത്ത് മീൻസ് ഹിയർ മിങ്കിൾ വിത്ത് ഡിഫറെൻറ്റ് റേസസ്. പല വർഗങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ഇടപഴകാനുള്ള അവസരം ലഭിച്ചു. ആൻഡ് ഐഡൻറ്റിഫൈ ട്രൈബ്സ്മെൻ ബൈ ദെയർ ഫേസസ്. അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ, ട്രൈബ്സ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഗോത്രവർഗത്തെ അവരുടെ മുഖം നോക്കി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. പെൺകുട്ടികളെ അവരുടെ ഷൂ നോക്കിയിട്ട്, അവരുടെ ലേസസ്, ഇവിടെ ചെരുപ്പ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു പെൺകുട്ടികളെ. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ഇടപഴകാനുള്ള അവസരം യാത്രയിലൂടെ ലഭിച്ചു എന്നാണ് ഈ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയാണ് I travel without money, so please listen to my testimony. The good, the bad, and even the ugly, every experience is worth life's journey. For I will always be marveled whenever I travel. In last stanza കവി പറയുന്നു, I travel without money. So please listen to my testimony. Testimony means hear words. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. The good, the bad, and even the ugly, every experience is worth life's journey. ഈ ജീവിതയാത്രയിൽ നമ്മളുടെ ജീവിതം, നമ്മൾ നേരത്തെ പറഞ്ഞു ലൈഫ് ഈസ് എ ജേർണി. ഈ ജീവിതയാത്രയിൽ വി ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസസ് മേ ബി ഗുഡ്, ബാഡ് ഓർ അഗ്ലി. നല്ലതാകാം, മോശമാകാം, അല്ലെങ്കിൽ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ അനുഭവങ്ങളെല്ലാം ചേർന്നതാണ് ജീവിതം അല്ലെങ്കിൽ ജീവിതയാത്ര എന്ന് പറയുന്നത്. ആൻഡ് ഫോർ I will always be marveled. Marveled means having exaggeration അല്ലെങ്കിൽ സർപ്രൈസ്. Whenever I travel. ഓരോ യാത്രയിലും എപ്പോഴൊക്കെ ഞാൻ യാത്രകൾ ചെയ്യാറുണ്ടോ അപ്പോഴൊക്കെ I am excited. ഓരോ യാത്രയിലും എനിക്ക് സർപ്രൈസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പുതിയ പുതിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ആ ഓരോ അനുഭവങ്ങൾ, ദാറ്റ് എക്സ്പീരിയൻസസ് മേ ബി ഗുഡ് ഓർ ബാഡ് ഓർ അഗ്ലി. പക്ഷേ ഓരോ അനുഭവങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനം എൻ്റെ ജീവിതത്തിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇതാണ് ഈ കവിത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ഹി ട്രാവൽസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ്? ദ പോയറ്റ് keenly observes and explores everything that he meets and enjoys them. നമ്മൾ നേരത്തെ പറഞ്ഞു, ദ പോയറ്റ് ഈസ് എ കീൻ ഒബ്സർവർ. വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. സോ ഹി സേസ് ദാറ്റ് ഹി ഈസ് ട്രാവലിംഗ് ത്രൂ ഹിസ് ഐസ്. സെക്കൻഡ് വൺ, ട്രാവലിംഗ് വിത്ത് മൈ പെൻ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഇറ്റ്? ട്രാവലിംഗ് വിത്ത് മൈ പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് മെയിൻ ഇൻറ്റൻഷൻ ഈസ് ടു റൈറ്റ് എ ട്രാവലോഗ് ആൻഡ് സോ ഹി റെക്കോർഡ്സ് ഓൾ ദ എക്സ്പീരിയൻസസ്. അതാണ് അതിൻ്റെ മീനിങ്. ദെൻ that is something new would spring into my horoscope. Explain. ഇവിടെ the poet thinks that while he is traveling, some new experiences will come to his life. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, who are the different types of people that he meets during the journey? Children, women, men, tribesmen,
little girls, etc. are the people whom the poet met during his journey. Next, every experience is worth in life's journey. What does the poet mean by it? അതിൻ്റെ ആൻസർ, ലൈഫ് ഈസ് ഇൻഫാക്ട് എ ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത്. വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണതും. വി ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് മേ ബി ഗുഡ്, ബാഡ് ഓർ അഗ്ലി. Then these experiences help us to face all the struggles in our lives. Next year, explain the alliteration. Alliteration means the repetition of consonant sounds. Here, something interesting to scope. ഇവിടെയാണ് alliteration ഉള്ളത്. S sound is repeating. Something interesting to scope. Next, what does the poet hope for? The poet is hoping for new experiences. Next, rhyming words. Explain the rhyming words. Pen, men, അതേപോലെ cry, why. ഇതാണ് ഇതിനകത്തെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ കവിത. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.